ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു നോമ്പ് കാലത്തിൻ്റെ പടിവാതിക്കലാണ് നാം. ഉയർപ്പിൻ്റെ മുമ്പുള്ള 50 ദിവസങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ 50 ദിവസങ്ങൾ ആരംഭിക്കുന്നത് വിഭൂതി ബുധൻ മുമ്പുള്ള ഞായറാഴ്ച മുതലാണ്. നവീകരിക്കപ്പെട്ട സഭകളിൽ വിഭൂതി ബുധൻ ആചരിക്കാറില്ല. വിഭൂതിയുടെ ദിനം എന്ന പേർ 8-ാം നൂറ്റാണ്ട് മുതൽ പഴക്കമുള്ളതും ഇന്ന് ലഭ്യമായ പുരാതന ഗ്രിഗോറിയൻ ആചാര സംഹിതകളിൽ ഉള്ളതുമാണ്. പുരാതന ആചാരങ്ങളനുസരിച്ച് ഈ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് വിശ്വാസികൾ ബലിപീഠത്തിന് സമീപം നിൽക്കുകയും പുരോഹിതൻ ചാരത്തിൽ കൈമുക്കി, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങിപ്പോകും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നെറ്റിയിൽ കുരിശിന്റെ അടയാളം ഇടുകയും ചെയ്യും. ഈ ആചാരത്തിന് ഉപയോഗിക്കുന്ന ചാരം തലേ വർഷം ഹോശാന ഞായറാഴ്ച ആശീർവദിച്ച കുരുത്തോലകൾ കരിച്ചാണ് ഉണ്ടാക്കുന്നത്. പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചവർ തങ്ങളുടെ ദേഹം മുഴുവൻ ചാരം പൂശി ചാക്കുവസ്ത്രം ഉടുത്ത് പ്രാർത്ഥിച്ചിരുന്നതായും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം വായിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കും ഈ പ്രമാണമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാം. നമ്മൾ പൊടിയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരും അന്തിമമായി പൊടിയിലേക്ക് മടങ്ങേണ്ടവരുമാണ്. ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കുമെന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന പുതിയ നിയമത്തിലെ ഒരു ഭാഗമാണ് 2 പത്രോസ് 3:13-14 വാക്യങ്ങൾ. ഇങ്ങനെ പറയുന്നു: എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാൽ അവ നിങ്ങളെ കറയും കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ. യഥാർത്ഥ ക്രിസ്ത്യാനികൾ പുതിയ സ്വർഗത്തിനും പുതിയ ഭൂമിക്കും വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. നീതിമാന്മാരുടെ ഭവനമാണത്. കർത്താവിൻ്റെ ദിവസം ശ്രദ്ധാലുവായ ക്രിസ്ത്യാനിക്ക് മാത്രമേ സന്തോഷവാനായ ക്രിസ്ത്യാനിയായിരിക്കാൻ കഴിയൂ. നമ്മുടെ കർത്താവ് പെട്ടെന്ന് നമ്മുടെ പക്കൽ വരും, അല്ലെങ്കിൽ നമ്മെ അവനിലേക്ക് വിളിക്കും. അപ്പോൾ അവൻ നമ്മെ അലസരായിട്ടാകുമോ കാണുക? നമുക്ക് കിട്ടിയ പ്രവൃത്തികൾ നാം തീർക്കണം. കളങ്കമില്ലാത്തവരും കുറ്റമില്ലാത്തവരും അവനിൽ സമാധാനമുള്ളവരുമായി തീരുവാൻ എല്ലാ ശ്രമവും നടത്തണം. യേശു കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.